നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ചിലർക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ട ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എങ്ങനെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മെസ്സേജ് ആയിട്ട് ഷെയർ ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഞാൻ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഓപ്ഷനുകൾ, അതായത് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ആ വീഡിയോ പങ്കുവയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഓപ്ഷനുകൾ, ഇവിടെ ഷെയർ ബട്ടൺ അമർത്തി നിങ്ങളുടെ ടൈം ലൈനിലേക്ക് ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓൺ യുവർ ടൈം ലൈൻ എന്ന് സെലക്ട് ചെയ്ത് ഷെയർ വീഡിയോ എന്ന് കൊടുത്താൽ നിങ്ങളുടെ ടൈം ലൈനിലായിരിക്കും ഷെയർ ആവുക. ഇനി ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക്, അതായത് ഒരു കൂട്ടുകാരന് മാത്രമായി മെസ്സേജിലേക്ക് സാധാരണ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇവിടെ വീഡിയോയുടെ ലിങ്ക് ആണ് ഷെയർ ചെയ്യാറുള്ളത്. നോക്കുക, നിങ്ങൾ പ്രൈവറ്റായിട്ട് നിങ്ങളുടെ കൂട്ടുകാരന് ഈ വീഡിയോ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇവിടെ ഈ വീഡിയോയുടെ നമ്മൾ കോപ്പി ലിങ്ക് ലൊക്കേഷൻ എടുക്കും. അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, പുതിയ ടാബിൽ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ നിന്നും URL അഡ്രസ്സ്, ഇതുപോലെ മുകളിൽ കാണുന്ന അഡ്രസ് ബാറിൽ നിന്നും നിങ്ങൾ ഏത് ബ്രൗസറിലാണോ പേജ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് അവിടെ നിന്നും URL കോപ്പി ചെയ്ത് ഇവിടെ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്യുന്നു. ഒരു ഉദാഹരണം ഇതുപോലെ. ഇതാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് വീഡിയോയും ചിത്രങ്ങളും ഷെയർ ചെയ്യാൻ രണ്ട് സൗകര്യങ്ങളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഈ വീഡിയോ തന്നെ, ഞാനിപ്പോൾ ഷെയർ ചെയ്ത വീഡിയോ തന്നെ തൊട്ട് താഴെ നിങ്ങൾ ഷെയർ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓൺ യുവർ ഓൺ ടൈം ലൈൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ ആരോയിൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ചെറിയ ആരോയിൽ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്. ഓൺ എ ഫ്രണ്ട്സ് ടൈം ലൈൻ, അതായത് ഒരു ഫ്രണ്ടിൻ്റെ ടൈം ലൈനിലേക്ക് അവൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ അവൻ്റെ ടൈം ലൈനിലേക്ക് നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ സെലക്ട് ചെയ്യുക, ഫ്രണ്ടിൻ്റെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഷെയർ വീഡിയോ എന്ന് കൊടുത്താൽ അയാളുടെ ടൈം ലൈനിലായിരിക്കും ആ വീഡിയോ ഷെയർ ആവുക. ഇത് കൂടാതെ അടുത്തത്, ഇൻ എ ഗ്രൂപ്പ്, നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, ഞാനിപ്പോൾ ഗ്രൂപ്പുകളിലൊന്നും അംഗമല്ല, അതുകൊണ്ട് ഇവിടെ ഗ്രൂപ്പിൻ്റെ പേരൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ പേര് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും അത് കാണുന്നു. മറ്റൊന്ന്, ഓൺ എ പേജ് യു മാനേജ്, അതായത് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ വല്ല ഫണ്ണി ആയിട്ടുള്ള പേജുകളോ ഇൻഫർമേഷനോ കൊടുക്കുന്ന സ്വന്തം പേജുകൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആ വീഡിയോ ഷെയർ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഓൺ എ പേജ് എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് അഡ്മിൻ പവർ ഉള്ള പേജുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പേജുകൾ എല്ലാം കാണിക്കും. നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതുകൂടാതെ തൊട്ട് താഴെ ഇന്നെ പ്രൈവറ്റ് മെസ്സേജ് എന്നുണ്ട്. നോക്കുക, ഞാനിവിടെ പ്രൈവറ്റ് മെസ്സേജിൽ നേരത്തെ നൽകിയത് വെറും ലിങ്ക് മാത്രമാണ്. നമുക്കിവിടെ ഈ ഇന്നെ പ്രൈവറ്റ് മെസ്സേജ് എന്നതിൽ ഞാൻ അതേ വ്യക്തിയെ തന്നെ സെലക്ട് ചെയ്യുകയാണ്. നോക്കുക, തുടർന്ന് ഷെയർ വീഡിയോ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഒരു തമ്പനയിലായിരിക്കും ആ വ്യക്തിക്ക് കാണുക. അതുപോലെ അയാൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ പ്ലേ ആകും. നോക്കുക, ഇതുപോലെ വീഡിയോ പ്ലേ ആകുന്നു. അപ്പോൾ ഇതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് പല രീതിയിൽ ഷെയർ ചെയ്യാം. ഇനി അടുത്തത്, ഒരു ചിത്രമാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഷെയർ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളുടെ കൂട്ടുകാരന് ഷെയർ ചെയ്യേണ്ടത് എങ്കിൽ ഇവിടെ നിന്നും ഇതുപോലെ ഈ ചിത്രത്തിൽ പ്രസ് ചെയ്ത് പിടിക്കുക. വീഡിയോ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്യാനാവില്ല. നമ്മൾ ഈ ചിത്രം ക്ലിക്ക് ചെയ്ത് പിടിച്ച് മെസ്സേജ് ബോക്സിലേക്ക് ഡ്രാഗ് ചെയ്യുക. നോക്കുക, ഇവിടെ നമുക്ക് കൊണ്ടുവരുമ്പോൾ കാണിക്കുന്നു. നോക്കുക, ഡ്രാഗ് ലിങ്ക് ഫയൽസ് ഹിയർ എന്ന് കാണിക്കുന്നു. നമ്മളിവിടെ ഡ്രാഗ് ചെയ്തിടുക. ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത ആ പോസ്റ്റിൻ്റെ ഒരു ചെറിയ
വിവരണം ഇവിടെ കാണിക്കും. നമുക്കിവിടെ എൻ്റർ കീ അമർത്തുക. നോക്കുക, നമ്മൾ ആ ഒരു പോസ്റ്റും അതൊരു ചിത്രവും നമ്മുടെ കൂട്ടുകാരനെ പ്രൈവറ്റ് മെസ്സേജിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായ രീതികളിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലെ ഷെയർ ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഒട്ടുമിക്കവർക്കും ഇതുപോലെ ഡ്രാഗ് ചെയ്തിടാൻ അറിയില്ല. അതുകൊണ്ട് മാത്രം അങ്ങനെ അറിഞ്ഞൂടാത്തവരുടെ അറിവിലേക്ക് മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.